ബാർക്കോഴ ആരോപണത്തിൽ കേസെടുക്കാനുള്ള സാധ്യത മങ്ങുന്നു. കോഴ നൽകാൻ പണപ്പിരിവ് നടത്തിയതായുള്ള തെളിവുകളോ മൊഴിയോ രേഖകളോ ക്രൈംബ്രാഞ്ചിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. വിവാദ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയോ രാഷ്ട്രീയ താൽപര്യമോ ഉണ്ടോ എന്നതാകും അന്വേഷണ സംഘം ഇനി പരിശോധിക്കുക. മദ്യനയത്തിലെ ഇളവിനായി കോഴ നൽകാനാണ് പണപ്പിരിവെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ബാറുടമ നേതാവ് അനിമോന്റെ ശബ്ദ സന്ദേശം. എന്നാൽ ഈ ആരോപണം അനിമോൻ തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. കോഴയാരോപണം ഏറ്റുപിടിക്കാനോ തെളിവുകളോ മൊഴിയോ നൽകാനോ മറ്റ് ബാറുടമകളും തയ്യാറായിട്ടില്ല. ഇതോടെയാണ് കേസെടുക്കാനുള്ള സാധ്യത മങ്ങുന്നത്. ബാറുടമകൾക്കിടയിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ട്. അതുപക്ഷേ സംഘടനയുടെ ആസ്ഥാന മന്ദിരത്തിന് കെട്ടിടം വാങ്ങാനെന്നാണ് ക്രൈംബ്രാഞ്ചിന് ഇതുവരെയും ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റും കൊടുത്തു, എല്ലാം കൊടുത്തു. ഇന്നലെ സ്റ്റേറ്റ്മെന്റും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് കാണാനാ? അല്ല, അതിനകത്ത് പറയപ്പെടുന്ന കാര്യങ്ങൾ, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് ഇന്നലെ ഇവര് ക്രൈംബ്രാഞ്ച് അതും സ്റ്റേറ്റ്മെന്റും എല്ലാം കൊടുത്തിട്ട് അവരെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്നാ പറയാനാ? ഈ ഓഡിയോ ക്ലിപ്പ് താങ്കളുടെ തന്നെയാണോ? അല്ല, ഞാനിതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. അതേസമയം അനിമോന്റെ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. കെട്ടിടം വാങ്ങാനായുള്ള പണപ്പിരിവിനെ കോഴ എന്ന പേരിൽ ബോധപൂർവം ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിച്ചതാണോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ശബ്ദ സന്ദേശം ചോർത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമോ ഗൂഢാലോചനയുണ്ടോ എന്നതിലുമായിരിക്കും അന്വേഷണ സംഘം ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.